ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിവിടെ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ആരി വർക്കാണ്. അപ്പോൾ ഈ വർക്ക് ചെയ്യാനായിട്ട് നമ്മളൊരു പോപ്ലിൻ ക്ലോത്താണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഈ ഭാഗത്തായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് വൈറ്റ് പോപ്ലിൻ ക്ലോത്ത് കിട്ടാത്തതുകൊണ്ട് ഞാൻ പേർപ്പിളായിട്ടാണ് ഇന്ന് നിങ്ങളെ കാണിച്ചു തരുന്നത്. അതിൻ്റെ സൈഡിലായിട്ട് നമുക്ക് ടൈറ്റായിട്ട് കിട്ടാൻ വേണ്ടി നമ്മൾ ഫ്രെയിം ചുറ്റിയിട്ടുണ്ട്. ഈ ഫ്രെയിമിൽ നമ്മൾ വെച്ചാൽ ഒരിത്തിരി ടൈറ്റായി ഫിനിഷായി കിട്ടുള്ളൂ. ഇത് കണ്ടോ, ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന ആരി നീഡിൽ. ഇത് വെച്ചാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇനി തുമ്പെന്ന് പറയുമ്പോൾ വളരെ വ്യത്യാസമുണ്ടോ, നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. തുമ്പെന്ന് പറയുമ്പോൾ ഇതാ കണ്ടോ, വളരെ നൈസായിട്ടുള്ളൊരു തുമ്പാണ് ഇതിന് വരുന്നത്. കണ്ടോ, ചെറിയൊരു കൊളുത്ത് പോലെയൊക്കെ. ഇതിലാണ് നമ്മൾ ആരി വർക്ക് ചെയ്ത് എടുക്കാൻ പോകുന്നത്. കണ്ടോ, ഇതാണ് സെറി ത്രെഡ്. ഈ ത്രെഡിലായിട്ടാണ് നമ്മൾ ആരി വർക്ക് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഇത് പല കളറുണ്ട്. ഈ ത്രെഡ് എന്ന് പറയുമ്പോൾ വളരെ നൈസാണ്. ഇത് വേഗം പൊട്ടിപ്പോരും കേട്ടോ. അങ്ങനെയുള്ളൊരു ത്രെഡാണിത്. കണ്ടോ, ഇത് കണ്ടോ, ഈ ഒരു ബീഡ്സ് വെച്ച് നമ്മൾ ആ ആരി വർക്കിന് നല്ലൊരു ഭംഗിയാക്കി എടുക്കാൻ പോവാണ് കേട്ടോ. അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറയുമ്പോൾ ഈ തുണിയിലായിട്ട് നമുക്ക് വേണ്ട ഒരു ഡിസൈൻ വരച്ചെടുക്കുക എന്നുള്ളതാണ്. നമ്മളിവിടെ ഒരു ചെറിയ സർക്കിളാണ് കേട്ടോ വരക്കാൻ ഉദ്ദേശിക്കുന്നത്. അത്യാവശ്യം ഒരു ചെറിയ സർക്കിൾ തന്നെയാണ് നമ്മൾ വരയ്ക്കുന്നത്. ഈ സർക്കിളിലായിട്ടാണ് നമ്മൾ ആരി വർക്ക് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ചെറിയ ഒരു ഡിസൈൻ ആയതുകൊണ്ട് ഞാൻ ചെറിയ സർക്കിൾ വരയ്ക്കുകയാണ്. നമ്മൾ ആദ്യം തന്നെ ഈ സെറി ത്രെഡിനൊരു കെട്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ ഈ ഫ്രെയിമിൻ്റെ അടിയിലേക്ക് കടത്തിയിട്ടാണ് നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ സെറി ത്രെഡ് ഇതിൻ്റെ താഴെ ഉണ്ട് കേട്ടോ. ആരി നീഡിൽ കയ്യിൽ പിടിച്ചിട്ട് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ വലിച്ചെടുക്കുക എന്നുള്ളതാണ്. താഴേക്ക് കടത്തി നമ്മൾ അതിൽ നീഡിൽ ചുറ്റിയിട്ട് നമ്മൾ മേളിലേക്ക് ഇങ്ങനെ പതിയെ വലിച്ചെടുക്കണം. അതാണ് നമ്മൾ ചെയിൻ സ്റ്റിച്ചായിട്ടാണ് കേട്ടോ ഇത് ചെയ്തു പോകുന്നത്. കണ്ടോ, ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇനി ഒന്നും കൂടി കടത്താം. അടിയിൽ ചുറ്റിയിട്ട് നമ്മൾ മേളിലേക്ക് ഇങ്ങനെ പതുക്കെ വലിച്ചെടുക്കുകയാണ് ഇതിലൂടെ ചെയ്യുന്നത്. ഇനി നമ്മളൊരു പാത്രത്തിൽ ഇങ്ങനെ ബീഡ്സ് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു നീഡിൽ നമ്മൾ കൈ പിടിച്ചേക്കുക. എന്നിട്ട് ആ ബീഡ്സിലേക്ക് ഇങ്ങനെ കടത്തിയിട്ട് ഈ ഒരു വിരൽ കണ്ടോ, ആ വിരൽ വെച്ച് നമ്മൾ മേളിലേക്ക് ഇങ്ങനെ വലിച്ചെടുക്കുക എന്നുള്ളതാണ് ഇനി ചെയ്യേണ്ടത്. നമുക്ക് എത്ര ബീഡ്സ് വേണോ അത് നമുക്കിങ്ങനെ ഈ നീഡിലേക്ക് കടത്താം. നമ്മളിനി ചെയ്യുന്നത് ഈ ബീഡ്സ് ത്രെഡിലേക്ക് കടത്തി ഇതിൻ്റെ അടിയിലേക്ക് നീഡിൽ വെച്ച് നമ്മൾ ആ ത്രെഡ് അടിയിൽ കൂടി ചുറ്റിയെടുക്കുക. എന്നിട്ട് അത് ചുറ്റി എന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം നമ്മൾ മേളിലേക്ക് വലിച്ചെടുക്കാൻ. ഇങ്ങനെ മെല്ലെ വലിച്ചെടുത്താൽ മതി. ഓക്കെ, ഇങ്ങനെ ബീഡ്സ് ഇട്ട് ചുറ്റി നമുക്ക് എല്ലാ ഭാഗവും ഒന്ന് ചുറ്റിയെടുക്കുക എന്നുള്ളതാണ് അടുത്ത ചെയ്യുന്നത്. ഇത് ചെയ്യുമ്പോൾ കൂടുതലായിട്ടും ആൾക്കാർക്ക് ഇതെങ്ങനെയാണ് അടിയിൽ കൂടി ചുറ്റിയെടുക്കുന്നത്, എങ്ങനെയാണത് നൂല് പുറത്തേക്ക് എടുക്കുന്നത് എന്നൊക്കെ സംശയം ഉണ്ടാകും. നമ്മൾ ഈ ചുറ്റി വരുമ്പോൾ ഈ കാണുന്ന ആ ചെയിനിൽ കൂടി സൂചി നമുക്ക് താഴത്തേക്ക് ആദ്യം ഇറക്കാം. ഫ്രെയിമിൻ്റെ ബാക്കാണിത്. ഇറക്കിയ സൂചിയിലേക്ക് നമ്മൾ ത്രെഡ് ചുറ്റിയിട്ട് മേളിലേക്ക് പതിയെ വലിച്ചെടുക്കാം. അങ്ങനെ നമ്മൾ വലിച്ചെടുത്ത ഭാഗമാണിത്. അങ്ങനെ നമ്മൾ എല്ലാ ഭാഗവും ചുറ്റിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ വന്ന് നിൽക്കുന്ന ഭാഗം നമ്മൾ അടിയിൽ കൂടി എടുത്തിട്ട് ഒന്നും കൂടെ ഇതുപോലെ എടുക്കാം. സൂചി അടിയിലേക്ക് കടത്തി നൂല് ചുറ്റിയിട്ട് പുറത്തേക്ക് വലിച്ചെടുക്കാം. കണ്ടോ, അപ്പോൾ ഇങ്ങനെ രണ്ട് ഭാഗമായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഒരു ഭാഗം ആദ്യം എടുത്തത് നമ്മൾ രണ്ടാമത് എടുത്തതിൻ്റെ ഉള്ളിൽ കൂടി കടത്താം. ഇങ്ങനെ കടത്തി കഴിഞ്ഞ ശേഷം നമ്മൾ ആദ്യം എടുത്തതിൻ്റെ പുറത്തേക്കൂടി ഈ കൊളുത്ത് ഇങ്ങനെ വലിക്കുക എന്നുള്ളതാണ് ഇനി ചെയ്യുന്നത്. ഇങ്ങനെ വലിച്ചെടുത്ത് അടിയിലെ നൂല് നമ്മളിങ്ങനെ ടൈറ്റാക്കി കൊടുക്കുക. ഇതാണ് നമുക്ക് കെട്ടിടുന്ന രീതി എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഫൈനൽ അപ്പോൾ ഇതാണ് നമ്മുടെ ആരി വർക്ക്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.